ജയിക്കിനോട് ചോദിക്കും. ഓക്കെ. കഴിഞ്ഞ ഈ CPM-ൻ്റെ ഭരണകാലത്ത് ഒരു സംരംഭം പോലും അതിൻ്റെ ലാഭത്തിൽ കൊണ്ടുവന്നിട്ടില്ല. ഒരു സംരംഭം ഓൺലി ബിവറേജ് 400 മടങ്ങ് ലാഭത്തിൽ ഉണ്ടാക്കുന്ന ബിവറേജ് പോലും നഷ്ടത്തിൽ ഓടുക. അതുപോലെ തന്നെ വെള്ളി കൊട്ടി ഘോഷിച്ചുകൊണ്ട് ശ്രീമാൻ തോമസ് ഐസക്ക് കൊണ്ടുവന്ന ഈ കിർഫി പദ്ധതി അതും പരാജയമടങ്ങി ഇപ്പം കേരളം കുഴിയിലേക്ക് മാണ്ടിയിരിക്കുക. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതായത് അങ്ങ് സത്യസന്ധമായും നമ്മളുടെ നാട്ടിൽ ഏഷ്യാനെറ്റ് ന്യൂസ് ഉൾപ്പെടെയുള്ള ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ വാർത്തകൾ സമീപത്ത് വായിച്ചിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ കണ്ടിരുന്നുവെങ്കിൽ ഇത്രയും വസ്തുതാവിരുദ്ധമായ ഒരു സ്റ്റേറ്റ്മെന്റിന് സാധ്യതയുണ്ടായിരുന്നില്ല. എന്റെ കൊച്ചേട്ട നിങ്ങൾക്കും കൂടിയോ? 4 ആളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? വെറുതെ തള്ളിയിട്ട് പോയതാ. ഇങ്ങനെ അങ്ങ് പറഞ്ഞു ഒരു വ്യവസായ സ്ഥാപനങ്ങളും ലാഭത്തിലേക്ക് കൊണ്ടുവന്നില്ല എന്ന്. UDF-ന്റെയും കേന്ദ്രത്തിൽ ഭരിച്ചിരുന്ന BJP ഗവൺമെന്റുകളുടെയും മാറി മാറിയുള്ള നയസമീപനങ്ങളുടെ ഭാഗമായി കേരളത്തിൽ അടച്ചുപൂട്ടപ്പെട്ട ഒരു പൊതുമേഖലാ സ്ഥാപനമുണ്ടായിരുന്നു. ആ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ പേര് ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് HNL എന്നുള്ളതായിരുന്നു. കോട്ടയം ജില്ലയിൽ നമുക്ക് തൊട്ടപ്പുറ ഇവിടെ നിന്നൊരു 40-43 കിലോമീറ്റർ അപ്പുറയാണ് വെള്ളൂർ പഞ്ചായത്തിൽ. ഏഷ്യ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ പേപ്പർ നിർമ്മാണശാലയായിരുന്നു. ഇപ്പോഴും HNL ക്യാമ്പസിൽ പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കറിയാം. ഇപ്പോഴും ലോവർ പ്രൈമറി സ്കൂള്, അപ്പർ പ്രൈമറി സ്കൂള്, മിനി തിയേറ്റർ, കുട്ടികൾക്ക് കളിക്കാൻ പാർക്ക്, ഇതിൽ കൂടുതൽ പ്രൊമോഷൻ താങ്ങാനുള്ള വിദ്യാഭ്യാസം എനിക്കില്ല. ഒരു മിനി വില്ലേജാണ് ഇപ്പോഴും HNL ക്യാമ്പസ്. ആ HNL അടച്ചുപൂട്ടി. അത് കോൺഗ്രസ് BJP ഗവൺമെന്റുകളുടെ കാലയളവിലായിരുന്നു. മാഫിയകൾക്ക് വിട്ടുകൊടുക്കാതെ നഷ്ടത്തിലായി അടച്ചുപൂട്ടപ്പെട്ട് തൊലയാൻ നിന്നിരുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ ചങ്കുറപ്പ് കാണിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ നടപടി ശ്ലാഘനീയമാണ് എന്ന് പറഞ്ഞത് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാവും നമ്മുടെ മുൻ മുഖ്യമന്ത്രിയുമാണ്.